ചേട്ടാ എന്തായിരുന്നു ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഈ വീടുകൾ തന്നെ കുത്തിപ്പൊളിച്ച് അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഈ രക്ഷാപ്രവർത്തകർ എന്ന് പറഞ്ഞ് കയറുന്ന പലരും ഇത്തരം പ്രവർത്തനങ്ങളോട് ചെയ്യുമ്പോൾ അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റും? അങ്ങനെ രക്ഷാപ്രവർത്തകരെ നമ്മൾ അങ്ങനെ ആശ്രയിക്കാൻ പറ്റില്ല. കാരണം അവരാണ് നമ്മൾ ഈ പ്രളയം നടന്ന സമയത്ത് ഓടിയെത്തി എല്ലാ സാധനങ്ങളും ചെയ്തു തന്നെ. പക്ഷേ ഈ രക്ഷാ വോളണ്ടിയേഴ്സിൻ്റെ ഒരു കോട്ട് ഒരു ധരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ ആരാന്ന് നമ്മൾ അറിയുന്നില്ല. ഇപ്പം അത് ചെയ്യുന്നവനെ മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ കണ്ണിച്ചോറില്ലാത്ത ഒരാൾ എന്നല്ല, മനുഷ്യനെ അല്ല അവന്. കാരണം കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരു അമ്മ ഒരു കുഞ്ഞിന് പാല് നൽകാൻ വന്നപ്പോൾ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാല് നൽകാൻ വേണ്ടി അവർ മുലപ്പാൽ കൊടുക്കുന്ന അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ വായിച്ചാൽ അവനൊരു മനുഷ്യനാണോ? കാരണം അവനും സ്വന്തം അമ്മയും കുഞ്ഞും. എനിക്ക് 2 കുഞ്ഞു കുട്ടികളില്ല. ഞാനില്ലാതെ എൻ്റെ വീടുകളിലൊക്കെ എന്ന് വെച്ചാൽ മണിക്കൂർ താഴ്വാരം ഞാൻ താമസം. അവിടെ വെള്ളം കയറുന്ന വീട് ഒഴിപ്പിച്ച ആളുകളില്ല. ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവരെ നാട്ടിലേക്ക് അവിടെ ഒരു വണ്ടി വിളിച്ച് അറേഞ്ച് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഞാൻ ഇന്നുവരെ അവരെ കണ്ടിട്ടില്ല. 4-5 ദിവസമായി അവർ കണ്ടിട്ട്. ഇവിടെ വന്ന് രക്ഷാദൗത്യമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമുക്ക് കുടുംബവും ചുറ്റുപാടൊക്കെ ഉള്ള ആളുകളല്ലേ. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഉപകരണങ്ങൾ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അല്ലേ പോലീസൊക്കെ കൃത്യമായി ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ശേഷം അവരെ തിരിച്ചിറങ്ങുമ്പോഴും കൃത്യമായിട്ട് അവരെ നിരീക്ഷിക്കുന്നത്? അതിന് എന്താ വെച്ചാൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് കടന്ന് എന്തായാലും ആളുകൾ വരണം. വോളണ്ടിയേഴ്സ് ആയിട്ട് ആളുകൾ വരണമല്ലോ. അപ്പോൾ ആളുകൾ വരാതെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരു എന്താ വെച്ചാൽ ഐഡൻറ്റി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ID കാർഡും കാര്യങ്ങളൊക്കെ. ആ ഐഡൻറ്റി വെളിപ്പെടുത്തി മേപ്പാടിയിൽ എവിടെയെങ്കിലും ഒരു ചെക്ക് പോസ്റ്റ് അറേഞ്ച് ചെയ്ത് അവിടുന്ന് ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ കുറേയൊക്കെ കുറയും. പിന്നെ ഒരു പോലീസിൻ്റെ നിരീക്ഷണം രാത്രി കാലങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ നന്നായി. കാരണം വെച്ചാൽ ഇവിടെ ഉരുൾപൊട്ട് സംഭവിച്ച ഏരിയ മാത്രമല്ല, ഇതിന് ഒരുപാട് പ്രദേശത്തെ ആളുകളെ മാറ്റി പറപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലും മറ്റും കഷ്ടപ്പെട്ട് പണം സ്വരൂപിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളും മറ്റുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ വീടുകളിലും ആഭരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആളുകളെ ഉറപ്പിച്ചു. പുത്തൂർവയൽ, കോട്ടവയൽ, പാലവയൽ. ഞങ്ങളൊരു 10-30 ആളുകൾ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ കിട്ടാവുന്ന വണ്ടികളെടുത്തിട്ട് നാട്ടിലൂടെ എല്ലാ വീടിൻ്റെ ഇടകളിലൂടെ വീട് വഴിക്ക് ഞങ്ങൾ രാത്രി അങ്ങോട്ടും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് മുതലെടുത്ത് ഞങ്ങളുടെ വീടുകളിലൊക്കെ കള്ളം വരും, കയറിക്കൊണ്ടുപോകും. അല്ലാത്ത സമയത്ത് തന്നെ കള്ളന്മാർ വീട് കുത്തിപ്പൊളിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. പിന്നെ ഇതും കൂടി സംഭവിച്ചാൽ ആരും ഇല്ലയെന്ന് പറഞ്ഞാൽ എല്ലാവരും നരനായിട്ടായിരിക്കും ഇവിടെ. ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഔദ്യോഗികമായി കണക്കുകൾ വരുന്നത് നമുക്കറിയാം, മൃതശരീരങ്ങളൊക്കെ അതിൻ്റെയൊക്കെ കണക്കുകൾ. പക്ഷേ അതിനുമുപരി നിരവധി ആൾക്കാരെ കാണാനുണ്ട് എന്നത് തന്നെയാണ്. ചേട്ടനിപ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ അറിയുമായിരിക്കും. അപ്പോൾ കൂടുതലും എങ്ങനെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് ഇനിയും നിരവധി പേർ ഉണ്ട്, കിട്ടാനുണ്ടാവും. കാരണം വെച്ചാൽ ഇപ്പോൾ പ്രളയം ബാധിച്ചിട്ടുള്ളത്, ഈ ഉരുൾപൊട്ടൽ ബാധിച്ചിട്ടുള്ളത് 10, 11, 12 വാർഡുകളിലാണ് ബാധിച്ചിട്ടുള്ളത്. അതായത് ആ 12 വാർഡുകളിൽ ഒരു 300 വീടുകളുണ്ട്. ഇപ്പോൾ തകർന്നതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പോയി നോക്കി, ഇന്നലെ മേലെ നോക്കി അവിടെ വരെ നടന്നു വന്നിട്ട് നമ്മൾ കണ്ട കാഴ്ചയിലാണ് ഞാൻ പറയുന്നത്. ഒരു 300 വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. 18 മുതൽ പാടി ഉണ്ടായിരുന്നു. പാടികൾ തന്നെ എസ്റ്റേറ്റ് പാടികളിലാണ് എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ താമസിച്ചിരുന്നത്. അത് കംപ്ലീറ്റ് തകർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഏകദേശം എന്തായാലും ഒരു 500-ന് മുകളിലേക്കല്ലാതെ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഒരു 10,000-3000 പ്രദേശം ആളുകൾ താമസിക്കുന്ന വ്യാപ്തിയുള്ള പ്രദേശം ഈ ചൂരമല എന്ന് പറയുന്ന ഈ 3 വാർഡുകളിലൊക്കെ കൂടിയുള്ളത്. അതിന് പല ആളുകളും എന്ത് തലേദിവസത്തെ അധികാരികൾ ADM-ഉം തഹസിൽദാരൊക്കെ വന്ന് പ്രകാരം പഞ്ചായത്തിൻ്റെ മെമ്പർമാരെല്ലാം പ്രതിനിധികളും തലേദിവസം കുറേ ആളുകളോട് പുഴയിൽ അധികം വെള്ളം വന്ന സമയത്ത് ഒഴിവാകാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു എന്താ പറയുക ഉണ്ടായിട്ടില്ല. വലിയൊരു ആളുകളെ നഷ്ടപ്പെട്ട് നമുക്ക് ഇതിലുണ്ടായില്ല. പഞ്ചായത്തിൻ്റെ ആളുകൾക്ക് വന്ന് കുറേ ആളുകൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. കുറേ ആളുകൾ എന്ത് ചെയ്തു, ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. പുഴയിൽ നിന്ന് കുറേ ദൂരെയല്ലേ, അപ്പോൾ നമ്മൾ വീടുകളിലേക്കൊന്നും ബാധിക്കില്ല എന്ന് വെച്ചിട്ട് അവർ അവിടെ തന്നെ നിന്നു. അങ്ങനെയുള്ള ഒരാളുകളെയാണ് കഴിഞ്ഞ ദിവസം എയർലിഫ്റ്റ് ചെയ്തത്. കാരണം വെച്ചാൽ അവരോട് വരാൻ പറഞ്ഞപ്പോൾ അവർ കുറച്ച് ഉയരത്തിലായിരിക്കാം. അപ്പോൾ അവർക്ക് പ്രതീക്ഷ ഉണ്ട് എങ്ങോട്ടൊന്നും വെള്ളം കയറില്ല, കുറച്ച് പൊക്കത്തല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവർക്ക് ഇറങ്ങാൻ വഴിയില്ല, ഒറ്റപ്പെട്ട് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹെലികോപ്റ്റർ വന്ന് അവരിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട സംവിധാനമൊക്കെ ഉണ്ടായത്. എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിരവധി പേർ കഴിയുന്നുണ്ട്. അവർക്ക് നിരവധി സഹായങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം കാണുമ്പോൾ തന്നെ ഒത്തുചേർന്ന്, അതായത് എല്ലാ വിധത്തിലും അതിലൊരു മറ്റൊരു ചിന്തയില്ലാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിരവധി പേർ, സൈന്യമായാലും അതുപോലെ പോലീസായാലും വിവിധ വകുപ്പുകളൊക്കെ ചേർന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ചേട്ടനും ഇവിടെ ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഓരോ ദിവസവും നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണീരോടുകൂടി ഈ ഒരു മേഖല നിൽക്കാൻ പറ്റും. അത്രയധികം പ്രതിസന്ധി നേരിടുന്നുണ്ടോ ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വെച്ചാൽ അകമഴിഞ്ഞ സന്നദ്ധ സംഘടനകളുടെ സഹായം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമാനതയില്ലാത്ത സഹായം എന്ന് പറയാം. ഇപ്പോൾ വയനാട് കളക്ടറിനെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ കണ്ടു, ഇനി ഇങ്ങോട്ട് ഭക്ഷണം എത്തിക്കേണ്ടില്ല. കാരണം എത്രയോ ആളുകൾ എവിടെ നിന്നൊക്കെ അറിയില്ല. ചിലപ്പോൾ ഓരോ അമ്മമാർ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു 5 ചോറ് അല്ലെങ്കിൽ 5 ചപ്പാത്തി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് അതെല്ലാം കവർ ചെയ്ത് കളക്ട് ചെയ്തിട്ടായിരിക്കും 3000-4000 ഇങ്ങോട്ട് വരുന്നത്. അതൊക്കെ വലിയൊരു ഇതാണ്. കാരണം നമ്മൾ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നത്. ഇപ്പോൾ ആർമി വന്നിട്ട് കഴിഞ്ഞ ദിവസം ആർമിയിലെ മേഡം വന്നിട്ട് ഇവിടെ സീതാ മേഡം ഉണ്ട്, ആർമിയിൽ പാലത്തിന് എഞ്ചിനീയറായി നിന്ന്. മേഡം വരെ പറയുന്നത് നമ്മളിത് എന്താ കാണുന്നത്, കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ ചെല്ലുമ്പോൾ ഇങ്ങനൊരു സേവനം കാണുന്നില്ല, നിങ്ങൾ വളരെ ഇതാണല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ അവർ സംസാരിച്ചു തന്നെ. കാരണം ചായ ആണെങ്കിൽ ഫുൾ ടൈം ആളുകളും എന്തിനും റെഡി ആയിട്ടാണ് ആളുകളുള്ളത്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മൊത്തം, കേരളം ഒന്നടക്കം. കാരണം ഇപ്പോൾ ഞാൻ അസോസിയേഷൻ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ്. AKGC, കേരള ഗവൺമെൻറ് അസോസിയേഷൻ കോൺട്രാക്ട് AKGC ആണ്. അപ്പോൾ അതിൽ ഞങ്ങൾ വയനാട് ജില്ലാ കമ്മിറ്റി തന്നെ ഞങ്ങൾ ഇന്നലെ ഒരു ചെറിയൊരു എക്സിക്യൂട്ടീവ് ഇരുന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളാ കഴിയുന്നത്, ഇനി ഞങ്ങളൊക്കെ ഒരു ചെറിയൊരു സ്വത്ത് സമ്പാദിക്കുന്ന ആളുകളാണ്, അതിനൊരു ഭാഗം വിറ്റിട്ടായാലും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഇവർക്ക് ചെയ്യണം.
ചുരുങ്ങിയത് ഒരു 5 വീടെങ്കിലും വെച്ച് നൽകണം എന്നുള്ളൊരു ആഗ്രഹമാണെന്ന് ഞങ്ങൾ അതിലെല്ലാവരും പ്രകടിപ്പിച്ചത്. അതിന്ന് ജില്ലാ കമ്മിറ്റിയോട് ആലോചിച്ച് കമ്മിറ്റി ആലോചിച്ച് സ്റ്റേറ്റ് കമ്മിറ്റി ലെവലിൽ പോയി സ്റ്റേറ്റ് കമ്മിറ്റി എല്ലാം ക്രോഡീകരിച്ച് അതിൽ കൂടുതൽ ചെയ്യാൻ കഴിയുന്ന അങ്ങനെ ചെയ്യട്ടെ. കാരണം നമുക്ക് ചെറിയൊരു ഭാഗം സ്വത്തുകളും അത് പകുതിയോ അല്ല കാൽഭാഗം വിറ്റിട്ട് ഇവരെ സഹായിച്ച് പുനരധിവസിക്കാൻ പറ്റാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. അപ്പോൾ അത്രത്തോളമാണ് ഇവിടെ വന്നിട്ടുള്ളൊരു ഭീകരത. വർഷം ഇവിടെ പൊട്ടും, പക്ഷേ ഇനി ഇവിടെ സേഫ് അല്ല. അപ്പോൾ ഇവരെ പുനരധിവാസം എന്തായാലും വേണം. അപ്പോൾ അത് വളരെ സന്മനസ്സുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ അത് ചെയ്തിട്ടുണ്ട്, ചെയ്യട്ടെ, ഇനിയും മുന്നോട്ട് വരട്ടെ. ഒരു നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രദേശം മാത്രമല്ല, ഇതിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രദേശങ്ങളുണ്ട്, ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ. അതൊക്കെ നമുക്ക് ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്തരം മേഖലകളിൽ നിന്നും കൂടെ ആളുകളെ മാറ്റണം, ഉടനെ തന്നെ മാറ്റണം എന്നുള്ള ആവശ്യം തന്നെയല്ലേ? ഇല്ല, അങ്ങനെ പറയുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ താമസിൻ്റെ മണിക്കുന്ന് മല എന്ന് പറയുന്ന മലയുണ്ട് കൽപ്പറ്റ മേപ്പാട് റോഡിൻ്റെ ഇടയിൽ. അത് ചുറ്റുവട്ടത്തിൽ എന്ന് വെച്ചാൽ കൽപ്പറ്റ മേപ്പാട് റോഡ്, കൽപ്പറ്റ ടു മുട്ടിൽ റോഡ്, അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്നത്. അതിനിപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ ഒരു സർവേ എടുത്ത സമയത്ത് ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ആ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം പോയി. 22 വാർഡ്, 21 വാർഡ്, 19 വാർഡ്, എല്ലാ വാർഡുകളിലും ആളുകളും പോയി. ഇവരെ എങ്ങോട്ട് പോകും? കാരണം നമ്മൾ വയനാട് ജില്ലയിൽ ഒഴുക്കിപ്പോയെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും മലകളും ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. ഇവിടെ ആളുകളൊക്കെ ഈ സാധനം എടുത്തിട്ട് എങ്ങോട്ട് പോകും? എന്നിട്ട് പോയി എറണാകുളം ജില്ലയിലോ പാലക്കാട് ജില്ലയിലോ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതിലും വലിയൊരു ജലബോംബ് ഇരിക്കുകയാണ്, ഏത് മുല്ലപ്പെരിയാർ. അത് പൊട്ടിക്കഴിഞ്ഞാൽ 5 ഡിസ്ട്രിക്റ്റ് പോകും. അവിടെയുള്ള ജനങ്ങൾ എങ്ങോട്ട് പോകും? നമ്മൾ ഈ ഓടാൻ തുടങ്ങി നമ്മൾ എവിടെ വരെ ഓടും? വയനാട്ടിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ല, മലൻ്റെ വടിവാരത്ത് 2000 അടി താഴ്ചയിലുള്ളത്. ആ ഉരുൾപൊട്ടൽ കോഴിക്കോട് ജില്ലേനെ ബാധിക്കില്ലേ? മലപ്പുറം ജില്ലേനെ ബാധിക്കില്ലേ? വയനാട്ടിൽ ഇവിടെ വരുമ്പോൾ 500 അടി 600 അടി അല്ലെങ്കിൽ 1000 അടി മാക്സിമം ഉള്ള മലകളേ ഉള്ളൂ വയനാട് ജില്ലയിലെ ആളുകളെ ബാധിക്കാൻ. പക്ഷേ താഴെയുള്ള ജില്ലകൾ 2000 അടിന് മുകളിലായിരിക്കുന്നത്. മുല്ലപ്പെരിയാർ പൊട്ടുകയാണെങ്കിൽ 5 ജില്ലകളെ ബാധിക്കും. അവരെങ്ങോട്ട് ഓടും? അങ്ങനെ കൂടാൻ തുടങ്ങി നമ്മൾ ലോകത്തുണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? പ്രകൃതിയോടാണെങ്കിൽ ജീവിക്കാൻ നമുക്ക് കഴിയുള്ളൂ.